മറ്റൊരാൾ രാജ്യസഭയിലേക്ക് കൂടി പോകാൻ യോഗ്യനാണ്. കാരണം ഞാനിത് പറയാനുള്ള കാരണം, രാജ്യസഭയിൽ ലീഗിൻ്റെ സീറ്റ് ഇപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ലോക്സഭാ സീറ്റ് 2 എന്നതിലേക്ക് ഒതുങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പ്രവർത്തകർക്കിടയിൽ. ഞാൻ ഇന്ന് സംസാരിച്ച പ്രവർത്തകരെല്ലാവരും പറഞ്ഞു അവർ ഇപ്പോൾ തൃപ്തരാണെന്നേ ഉള്ളൂ, പക്ഷേ എന്നാൽ തൃപ്തരല്ല. അല്ല, ഇന്ന് ഈ വന്നത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കോംപ്രമൈസ് ഫോർമുലയാണ്. പ്രാക്ടിക്കൽ കോംപ്രമൈസ് ഫോർമുല. ഞങ്ങൾ 3 സീറ്റ് തന്നെ ചോദിച്ചു. ഇപ്പോൾ വന്നിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് 2 സീറ്റും ഉപരിയായിട്ട് രാജ്യസഭ. ഇപ്പോഴത്തെ ധാരണ പ്രകാരം ഏത് സമയത്തും രാജ്യസഭയിൽ മുസ്ലിം ലീഗിൻ്റെ 2 പ്രതിനിധികളുണ്ടാവും. അത് വെച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് പിന്നെ ഈ ഇത്തരം സംഗതിയിൽ നമ്മൾ വലിയൊരു വാശി കാണിച്ച് കുഴപ്പമുണ്ടാക്കുന്നതിന് പകരം നമുക്ക് പറ്റുന്നൊരു ഫോർമുല വന്നാൽ അവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയമായൊരു വലിയ അനീതി ആ അർത്ഥത്തിലുണ്ട്. ഞാനിത് ചോദിക്കുന്നത് രാഷ്ട്രീയമായ ചോദ്യമായിട്ടാണ്. മറുഭാഗത്ത് നോക്കൂ, നിങ്ങളുടെ സമാനമായ വോട്ട് ബാങ്കേ ഉള്ളൂ CPIക്ക്. എന്നാൽ ചില പ്രദേശങ്ങളിൽ അവർക്ക് വേണ്ടത്ര സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും കഴിയുന്നില്ല. മുസ്ലിം ലീഗിന് കേരളത്തിൽ 35 നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായകമായ ശേഷിയുണ്ട് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്താനുള്ള ശേഷിയുണ്ട് എന്നാണ്. ഒരുപക്ഷെ 35 ഇടങ്ങളിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ അതൊരു വലിയ സാങ്കല്പിക നമ്പറാണ്. അപ്പോൾ അത്രയും കപ്പാസിറ്റി ഉള്ളൊരു പാർട്ടിക്ക് 2 ലോക്സഭാ സീറ്റ് എന്നുള്ളത് അനീതി തന്നെയല്ലേ? അല്ല, ഈ പ്രാവശ്യം കറക്റ്റ് ചെയ്തല്ലോ. നമ്മൾ വെറുതെ ധാരണ വന്നതല്ല. 2 മെമ്പർമാർ ലോക്സഭയിൽ സ്ഥിരമായിട്ടുണ്ടാവും ഞങ്ങളുടെ ഫോർമുല പ്രകാരം. ഇപ്പോഴാകട്ടെ ഈ ജൂണിൽ വരാണല്ലോ ഈ വാക്കൻസി. അതെ, അപ്പോഴും അത് ഞങ്ങൾക്ക് നൽകും. അപ്പോൾ എൻ്റെ ഒരു സംശയം, 2027 ആകുമ്പോൾ വഹാബ് സാഹിബിൻ്റെ കാലാവധി കഴിയും. അപ്പോൾ ആ സീറ്റ് കോൺഗ്രസിന് കൊടുക്കണം എന്നൊരു ഫോർമുലയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ 2027 ശേഷം ഒരു രാജ്യസഭ MP മാത്രം. അങ്ങനല്ല, ഇപ്പോൾ എടുക്കുന്ന രാജ്യസഭ MP അന്നുണ്ടാവുമല്ലോ. ഒരു MP ഉണ്ടാവും. അപ്പോൾ അബ്ദുൽ വഹാബ് ഒഴിയുന്ന വേക്കൻസിയോ? അതായത് നമ്മളിത് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഭരണത്തിൽ ഞങ്ങൾ ഉണ്ടാവും. പ്രതീക്ഷ അതാണ്. അങ്ങനെയാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരാളെത്തും. ഇനി അതല്ല ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിലോ? ഇപ്പോഴത്തെ അവസ്ഥ ആണെങ്കിലും അത് 2 ഉറപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴായാലും 2 ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി വഹാബ് MP ഒഴിയുമ്പോൾ സ്വാഭാവികമായും കിട്ടാം തെരഞ്ഞെടുപ്പ് വഴി, അല്ലെങ്കിലും ഉറപ്പിച്ചിട്ടുണ്ട് സീറ്റ് ഏത് സമയത്തും രാജ്യസഭയിൽ മുസ്ലിം ലീഗ്. അപ്പോൾ അതിന്റെ ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. 2 സീറ്റ് രാജ്യസഭയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. സാന്നിധ്യമാവും മുസ്ലിം ലീഗ്. 2 ലോക്സഭയിലും സാന്നിധ്യമാവും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതിൽ വേറൊരു സംശയം വേണ്ട, വഹാബ് ഒഴിയുന്നത് ലീഗിന് തന്നെയാണ്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അത് ആ സമയത്തെ നിയമസഭയിലെ പ്രസക്തി പോലെ ഇരിക്കും. ശരി, ഇനി നമ്മൾ മലപ്പുറത്തേക്ക് എത്തിയാൽ, മലപ്പുറം ഇപ്പോൾ കൊണ്ടോട്ടിയിലെ വിമാനത്താവളമാണ് നമ്മുടെ ആൾക്കാരൊക്കെ ഇന്ന് രാവിലെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അല്പസമയം മുമ്പ് അങ്ങയുടെ എതിരാളിയായ വസീഫുമായിട്ട് സംസാരിച്ചിരുന്നു. വസീഫ് പറഞ്ഞൊരു കാര്യം, ഈ മണ്ഡലത്തിലെ പഞ്ചായത്ത് മെമ്പറെ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനം അങ്ങ് ജനങ്ങളോട് പറയുന്നു. സാന്നിധ്യത്തെ പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എനിക്ക് വളരെ സൗകര്യം. ഞാൻ ഈ നാട്ടിലാണ്. എൻ്റെ നാട്ടിലെ ജനങ്ങളുമായി എപ്പോഴും ഇടപെടും. ഞാൻ എപ്പോഴും മണ്ഡലത്തിൽ കൂടെ പോകാൻ പറ്റും, എവിടെയൊക്കെ പോവുകയാണെങ്കിലും. അതുകൊണ്ട് എൻ്റെ സാന്നിധ്യത്തിൽ പ്രശ്നമേ ഉണ്ടാവില്ല. പരമാവധി ഞാനിവിടെ ഉണ്ടാവും. അവിടെയായിരുന്ന സമയത്ത് ദൂരാണ് ഇവിടെ, എന്നിട്ട് സാധ്യത ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കൂടെ നടക്കും. പക്ഷെ അവർക്ക് എന്നെ കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് മലപ്പുറത്തിൽ ഉണ്ടാവില്ല. വിളിച്ചാൽ MP അപ്പുറത്തെ തലക്കലുണ്ടാവും, റെഡി ആയിരിക്കും. അപ്പുറത്തെ തലക്കലുണ്ടാവും. അതാണ് മലപ്പുറത്തിന് MP, സിറ്റിംഗ് MP ആയ പൊന്നാനിയുടെ സ്ഥാനാർത്ഥിയായ E.K. മുഹമ്മദ് ബഷീർക്ക് ഉറപ്പ്. ഇനി നമുക്കറിയാം, ന്യൂനപക്ഷ രാഷ്ട്രീയം വളരെ ശക്തമാകേണ്ട ഒരു സാഹചര്യത്തിലാണ് പാർലമെന്റിൽ മുസ്ലിം ലീഗിലെ MP-മാരുടെ ശബ്ദം മുഴുകി കേൾക്കണം. ഒരുപക്ഷെ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ശക്തമായി എതിർക്കുന്ന 3 മുസ്ലിം MP-മാർ പാർലമെന്റിലുള്ളത് ലീഗിൽ നിന്നാണ്. അതിൽ നമ്മൾ നവാസ് ഖനി അടക്കം, രാമനാഥപുരത്ത് നിന്ന് നവാസ് ഖനി അടക്കം നിങ്ങൾ 3 പേരുടെ പോരാട്ടമാണ്. പക്ഷെ അപ്പോഴും ചിലർ വിമർശനം, ഇന്ന് രാവിലെ തന്നെ കേട്ടത് മുത്തലാഖ് അടക്കമുള്ള വിഷയങ്ങളിൽ നിങ്ങൾ അവിടെ സഭയിൽ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ജനങ്ങൾ. ഇല്ല, ഞങ്ങൾ മുത്തലാഖിനെതിരായിട്ട് വോട്ട് ചെയ്തവരാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രചരണം മറുഭാഗത്തില്ല, അതിലർത്ഥമില്ല, നിരർത്ഥകമാണ്. അത് ഒരു ചർച്ചയിൽ ഭരണമുന്നണിയിലും പ്രതിപക്ഷത്തൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അതിനെതിരായിട്ട് വോട്ട് ചെയ്തവരാണ്, കറക്റ്റായിട്ട് വോട്ട് ചെയ്തവരാണ്. ഈ ചില കാര്യങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വം മറ്റു നിലയിൽ കാണിക്കേണ്ടി വരും. കാരണം വെച്ചാൽ മുസ്ലിം ലീഗിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച സമീപനത്തിൽ എല്ലാവരുടെയും യോജിപ്പ് ഉണ്ടായില്ലെങ്കിൽ പോലും ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മുത്തലാഖിൻ്റെ കാര്യത്തിലും ശക്തമായ നിലപാട്. മുത്തലാഖിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മുന്നണിയിൽ എല്ലാവരും ഒന്നായിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. അത് കാണിച്ചു. ഇനി ഒരു കാര്യം കൂടി, ഇടതുപക്ഷം ന്യൂനപക്ഷ വിഷയങ്ങളിൽ കാണിക്കുന്നൊരു താല്പര്യമുണ്ടല്ലോ. ഇപ്പം ഏകീകൃത സിവിൽ കോഡ് ആവട്ടെ, പൗരത്വ വിഷയമാവട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലടക്കം
ഇടതുപക്ഷം കാണിക്കുന്ന ഒരു ജാഗ്രത അതൊരു രാഷ്ട്രീയമായ താല്പര്യത്തിന് പുറത്താണോ അത് സ്വാഭാവികമായ ജാഗ്രതയാണെന്നാണോ വിലയിരുത്തുന്നത്? ഇടതുപക്ഷത്തിൻ്റെ സമീപനം കാപട്യം മാത്രമാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥതയില്ല, പ്രദർശനാത്മകതയാണ്. അവരുടെ നിലനിൽപ്പ് പറഞ്ഞാൽ ഞങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ ചാമ്പ്യന്മാരാണെന്ന് പറയും, എന്നാൽ മൗലികമായി അവർക്ക് ഗുണം കിട്ടാത്ത സമീപനം എടുക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് അഭിനയത്തിൽ ആളെ വീഴ്ത്തുക പ്രദർശനാത്മകതയാണ്, കാപട്യമാണ് എന്നാണ് ചേച്ചി പറയുന്നത് ഈ വിഷയങ്ങളിലെല്ലാം. തീർച്ചയായിട്ടും. അപ്പൊ ന്യൂനപക്ഷത്തിന്റെ ചാമ്പ്യന്മാരായി മലപ്പുറത്ത് ലീഗുണ്ട്, ആ കാര്യത്തിൽ 100% വിശ്വസിക്കാം. ലീഗ് മാത്രമല്ല, ന്യൂനപക്ഷ പ്രശ്നങ്ങളുമായിട്ട് യോജിപ്പുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരാണ് മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കാതലെന്ന് പറയുന്നത്. അതേ സമയത്ത് CPM ബീഫ് നിരോധിച്ച സംഗതി വരുന്ന സമയത്ത്, അതിന്റെ കലം നടക്കുന്ന സമയത്ത് ഇവിടെ എറണാകുളം മഹാരാജാസ് കോളേജിന്റെ ക്യാമ്പസിൽ ബീഫ് വിളമ്പിയിട്ട് കാര്യമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ, ഇതൊക്കെ ഈ പ്രദർശനാത്മകതയാണ്. അതിലൂടെ വോട്ട് നേടുന്നല്ലാതെ മൈനോറിറ്റീസിന്റെ താല്പര്യം നിന്നില്ല. അതിന്റെ തെളിവെന്താ അറിയും? 33 കൊല്ലം ബംഗാൾ ഭരിച്ചു മാസ്റ്റർ. ഈ 33 കൊല്ലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മേൽവിലാസം പോലും ഇന്ന് ബംഗാളിലില്ല. എന്താ കാരണം? നന്ദിഗ്രാം അടക്കമുള്ള സമയത്ത് അവരെടുത്ത ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളാണ്. മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണണം. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ ന്യൂനപക്ഷ ജനവിഭാഗം ഏറ്റവും അധികം പിന്തള്ളപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? ബംഗാളാണ്. രേഖയാണ്, ചരിത്രപരമായ രേഖയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ താല്പര്യത്തിന്, വോട്ടിന്റെ താല്പര്യത്തിനല്ലാതെ ആത്മാർത്ഥതയുടെ കണി പോലും